എന്തുകൊണ്ട് എൽ ഡി എഫിന്റെ വോട്ട് ബേസ് അവിടെ നഷ്ടപ്പെട്ടു എന്നവർ ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള ഹിന്ദു വിരുദ്ധ ക്രൈസ്തവ വിരുദ്ധ നിരവധിയായിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ അവർ നടത്തിയിട്ടുള്ള നടപടികളുടെ പേരിലാണ് നഷ്ടപ്പെട്ടുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ കാര്യമാണ് കൂർലോസ് തിരുമേനിയും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ, പാർട്ടിക്കകത്തും സർക്കാരിൻ്റെ അകത്തും മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നു, പലർക്കും കൊടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തന്നെ മറ്റൊരു ഭാഷയിൽ കൂർലോസ് തിരുമേനി പറഞ്ഞില്ലേ, മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് പരാജയത്തിന് കാരണം എന്നുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടല്ലോ. അത് നിഷേധിക്കാൻ മുസ്തഫയ്ക്ക് കഴിയോ? അങ്ങനെ മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഹിന്ദു സംഘടനയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടില്ലല്ലോ. ക്രൈസ്തവ സഭാംഗമായിട്ടുള്ള തിരുമേനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ ഉദ്ദേശിച്ചായിരിക്കും, എന്ത് ഉദ്ദേശിച്ചായിരിക്കും കൃത്യമാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും CPM എൽ ഡി എഫിനെയും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് അവർ തേടേണ്ടത്. അതിന് ഉത്തരമെന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് നെറികെട്ട രീതിയിലും സംസാരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറില്ലാത്ത രീതിയിൽ ഇടതുപക്ഷം തരംതാണ രീതിയിലേക്ക് പോയി. ഈ ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് ബാങ്ക് ആയിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ അവർ വഞ്ചിച്ചു. അത് ശബരിമല മുതൽ തുടങ്ങിയിട്ടുള്ള വഞ്ചനയാണ്. അത് ഗണപതി മിത്താണെന്ന് പറയുന്നവരെത്തി. ആ പറഞ്ഞ നേതാവിനെ തിരുത്താനല്ല, മറിച്ച് ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് CPM തയ്യാറായത്. ആ പറഞ്ഞയാളെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലുകൾ വന്നിരുന്നു, നേതാക്കന്മാർ തയ്യാറായി. ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവരുടെ പ്രധാനപ്പെട്ട വോട്ട് നിങ്ങൾ പരിശോധിക്കുക, ഇവരുടെ വോട്ട് പരിശോധിക്കുക. ഇവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ ഏത് ഭാഗത്തുനിന്ന് ഏത് സമുദായത്തിന് ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഹിന്ദുക്കളിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടുകളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു. ആലപ്പുഴയിൽ ആറ്റിങ്ങലിൽ BJP 1-ാം സ്ഥാനത്താണ് നിയമസഭാ മണ്ഡലത്തിൽ. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ കണക്ക്? ആലപ്പുഴയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ഇവരെ അന്തം വിട്ടിരിക്കുകയല്ലേ. എങ്ങനെ ഇത്ര വോട്ട് കിട്ടിയെന്ന്, ഇനിയിപ്പോ നിങ്ങൾ വരെ പോയി പരിശോധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ് അതിന് കാരണം.